ഹായ് ഹലോ ഡിയേഴ്സ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി എണീറ്റ് ഗുലാബ് ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെരുന്നാളൊക്കെ അല്ലേ, എന്തെങ്കിലും മധുരം ഉണ്ടാക്കണ്ടേ. എൻ്റെ കാക്കയാണെങ്കിൽ പാലൊഴിച്ചൊന്നും കഴിക്കൂലേ. അപ്പം ഞങ്ങൾ രണ്ടുപേർക്ക് കുറച്ച് ഗുലാബ് ജാം ഉണ്ടാക്കി അങ്ങനെയൊക്കെ പൊരിച്ചെടുത്ത് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് സെറ്റായി. ഇന്നൊരു റാസൽ കൈമ ട്രിപ്പ് ഉണ്ട് എയർപോർട്ടിലേക്ക്. കാക്കാൻ്റെ ഫ്രണ്ടിനൊന്നും അവിടെ ആക്കണം. എൻ്റെ കാക്കയാണെങ്കിൽ ഫ്രണ്ട്സുകൾ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം റെഡിയാണ്. ഞങ്ങളോടൊന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞതാണ് മാമൻ. ഞങ്ങൾ എപ്പോഴാണ് എത്തണതെന്ന് അറിയാം, ഞങ്ങൾക്ക് 4 മണിക്ക്. പിന്നെ ഒന്ന് ജുമയല്ലേ, അപ്പോൾ എന്നെ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലാക്കിയിട്ട് മൂപ്പര് നിസ്കരിക്കാൻ പോയേ. അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങളൊരു ഹണി കേക്ക് ഒക്കെ മേടിച്ച്. ഇന്ന് പെരുന്നാളല്ലേ, അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണ്ടേ. അങ്ങനെ ഹണി കേക്കും ആയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയേ 4 മണിക്കാണ് വീട്ടിലെത്തണം. ഉച്ചഭക്ഷണം കഴിക്കണേ 4 മണിക്കാണ്. 4 മണിക്കായോ എന്നാണ് തോന്നുന്നത്. വിശന്നിട്ടേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും ഇവിടെ കൂടി ഹംറിയ ബീച്ചിൽ പോയി. അടിപൊളി ബീച്ചാട്ടോ, നല്ല വ്യൂ ഉണ്ട്. നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് സെറ്റായി. വെള്ളത്തിൽ ചാടാമെന്ന് തന്നെ പോയി. വെള്ളത്തിൽ ചാടുന്നില്ല, ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞാൽ എൻ്റെ കാക്ക എന്നെയും കൂട്ടി നടുക്കടൽ വരെ പോയി എന്ന് എനിക്ക് തോന്നുന്നത്. അത്രക്കും ദൂരം പോയി. ഇതിവിടെ ഇതൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ എത്തി. അങ്ങനെ തിരമാല വരുമ്പോൾ എന്നോട് ചാടാൻ പറയേ, ഞാൻ അവിടെ തിരമാല കാണുമ്പോൾ ഞാൻ ഇവിടെ ചാടും. എന്നിട്ടില്ല, വെള്ളമൊക്കെ എൻ്റെ മൂക്കിലും കണ്ണിലുമായിരുന്നു. എന്നാലും അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നേ. വീട്ടിലേക്ക് വരുമ്പോൾ ആൻറ്റി ഞങ്ങൾക്ക് കുറച്ച് ബിരിയാണിയൊക്കെ തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ചിക്കൻ പൊരിക്കല മസാല കഴിച്ച് വെച്ചിരുന്നു. അങ്ങനെ ചിക്കൻ പൊരിയും മുളക് പൊരിച്ച്. നിങ്ങൾ കഴിക്കലുണ്ടോ മുളക് ചെറിയ ഉപ്പൊക്കെ തേച്ച് സെറ്റാക്കി അങ്ങനെ ഒരു ചിക്കൻ പൊരിയും മുളക് പൊരിയും ചോറും പപ്പടും അച്ചാറൊക്കെ കൂട്ടി സെറ്റായൊരു ഫുഡ് അടിച്ചു. എന്നാൽ പിന്നെ ബായ്.